മൂവി എങ്ങനെ ചേട്ടാ? நல்ல சினிமானு விக்ரமோட அபிநயம் ரொம்ப சூப்பராக இருக்கு. மற்ற பார்வதிൻ്റെ சமயதானம் ரொம்ப எக்ஸ்பீரியன்ஸ் அருமையாக ரொம்ப சூப்பராக எடுத்துருக்காரு படம். அருமையாக இருக்கு. நான் தமிழ்நாடு இங்கே கேரளா இருக்கிறேன். ஒரு நல்ல படம் பார்த்து ரொம்ப நாளைக்கு முன்னாடி நல்ல படம் பார்த்து ஒரு திருப்தி இருக்கு. நீங்க வந்து விக்ரம் ஃபேனா? விக்ரம் ஃபேன் இல்லை, நான் ரஜினிகாந்த் ஃபேன். ரஜினிகாந்த் ஃபேன். இங்கே தலைவர் ஃபேனு. ஆமாம், தலைவர் ஃபேன். படம் அந்த ரோலுக்கு வந்து விக்ரம் போல யாரும் அபிநயிக்க முடியாது. அந்த மாதிரி எவ்வளோ கஷ்டப்பட்டுருக்காப்புல. அத்வானம் விக்ரம் அத்வானத்துக்கு டெஃபினெட்லி இது நேஷனல் அவார்டு கொடுக்கணும். അഭിപ്രായമാണ്. ഒരു സീന് പോലും ഭാഷ കുറച്ച് ചില ആൾക്കാർക്ക് മലയാളത്തിലെ എൻ്റെ സ്നേഹിതന്മാർ പറഞ്ഞ് ഈ ഭാഷ കൊണ്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് ഭാഷ വന്ന് ശരിക്കും വന്ന് ചേരി ഭാഷയും പറയും. തമിഴ്നാട്ടിൽ ചേരി ഭാഷയും പറയും. അവങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ മലയാള ടഫിങ് ഉണ്ട്. വേറെ തിയേറ്ററിൽ മലയാള ടഫിങ് പ്രിന്റ് വന്നിരിക്കണം. അത് കണ്ടാൽ അവൾക്ക് മനസ്സിലാവും. പിന്നെ മൂവി അടിപൊളി മൂവിയാണ്. ബ്ലാക്ക് ബസ്റ്റർ ആണ്. ഡെഫിനറ്റ്ലി ബ്ലാക്ക് ബസ്റ്റർ ആണ്. അഭിനയം കാണുന്നവർക്ക് പിന്നെ എന്താ പറയുക ബ്ലാക്ക് ബസ്റ്റർ ആണ്. അതേപോലെ സ്റ്റോറി കാണുന്നവർക്ക് ബ്ലാക്ക് ബസ്റ്റർ ആണ്. പിന്നെ വെറുതെ രണ്ട് ഡാൻസ് വിജയ് പോലെ രണ്ട് ഡാൻസ് ഫൈറ്റ് അടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ബോറടിക്കും. വിക്രമിന്റെ അഭിനയവും പിന്നെ പാർവതിയുടെ എല്ലാ റോളും അതുപോലെ ചെറിയ കുട്ടികളിൽ നിന്ന് വലിയ ആൾക്കാർക്ക് എല്ലാം അഭിനയിച്ചിരിക്കുന്നത്. അതിന്റെ സംവിധാനക്കാർ അതിനുടെ ക്രെഡിറ്റ് ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അതേപോലെ നല്ല സിനിമയാണ്. യഥാർത്ഥമായിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. എന്നോട് എൻ്റെ സ്നേഹിതന്മാർ ചോദിച്ച് എങ്ങനെ ഇത് മനസ്സിലാവില്ലാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഇത് ശരിക്കുള്ള ചേരി ഭാഷയാണ് പറയും. തമിഴ്നാട്ടിലെ വില്ലേജിലുള്ള വളരെ കുഗ്രാമങ്ങളുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണത്. അപ്പോൾ അത് പെട്ടെന്ന് സാധാരണ ഒരു മലയാളി തമിഴ് പടം കാണുന്ന മലയാളിക്ക് അത് മനസ്സിലാവില്ലാണ്. അപ്പോൾ മാക്സിമം അത് മലയാളത്തിൽ കാണുമ്പോൾ അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് എല്ലാമേ നമുക്ക് മനസ്സിലാവും. അത് ഇൻട്രസ്റ്റ് ആവും. സാധാരണ തമിഴ് ഫ്രണ്ട് പോയി കാണുന്ന ആൾക്കാർക്ക് മലയാളി കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ല സിനിമയെ നിങ്ങൾ കളയരുത്. നല്ല പാടുള്ള സിനിമയാണ്. ഞങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വിക്രമിൻ്റെ അഭിനയത്തിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ പാർവതി മലയാള നടിയായിട്ട് തമിഴ് ഭാഷയിൽ സംസാരിച്ച് അഭിനയിച്ച വലിയ ഒരു ഇതാണ്. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഭാഷ അങ്ങനെയാണ്. മെയിൻ തന്നെ ഭാഷയാണ്. തമിഴ്മാർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ മലയാളികൾക്ക് മറ്റേ ലാംഗ്വേജിലുള്ള ആൾക്കാർക്ക് ആ ചേരി ഭാഷ തമിഴ് കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകം തമിഴിൽ കാണുന്ന ആൾക്കാർക്ക് ആ വില്ലേജ് കുഗ്രാമത്തിലുള്ള ചേരി തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ചേരി തെറ്റിദ്ധരിക്കണ്ട. അതിൻ്റെ ഭാഷ അങ്ങനെ പറയും. അങ്ങനെ തമിഴിൽ അങ്ങനെ പറയും. അത് വില്ലേജിലെ കുഗ്രാമം സിറ്റി കൺട്രോൾ ഇല്ലാതെ ആൾക്കാരുണ്ടല്ലേ, സിറ്റി കണക്ട് ഉള്ള ആൾക്കാർ, ഉദാഹരണം നമ്മുടെ നാട്ടിലുള്ള ആദിവാസികളും പറയില്ല, അതുപോലെ ആൾക്കാർക്ക് ഉള്ള ഭാഷയാണ് അത്. അപ്പോൾ അത് ശരിക്കും അത് തന്നെ അത് സംവിധാനം അത്രക്ക് ബുദ്ധിമുട്ടായിട്ട് എടുത്തിരിക്കുന്നത്. രഞ്ജിത്ത് സാർക്ക് എൻ്റെ ആൾ ദി ബെസ്റ്റ്. പടം ഡെഫിനറ്റ്ലി ഇട്ടാവും. ബ്ലാക്ക് ബസ്റ്റർ ഇട്ടാവും. അത് എൻ്റെ തലവരാണ് രജനീകാന്ത് പറയും. നാളെ പടം കണ്ട് മുപ്പറായിട്ട് പറയും. താങ്ക് യു. മൂവി എങ്ങനെയാണ്? എങ്ങനെ അഭിനയൊക്കെ? പഴയ കാലത്ത് ഒരു പടമാണ്. കുഴപ്പമില്ലാതെ ബോറടിയാണ്ടിരിക്കുകയാണ്. വിക്രം പാർവതി തിരുവനന്തപുരത്തും സൂപ്പർ. മറ്റുള്ള അപ്പോൾ എന്താണ് പശുപതി അങ്ങനെയുള്ള ഒരാൾക്കാരെ മനസ്സിലാവണില്ല. മേക്കപ്പും പഴയ കാലത്ത് എടുത്തുകൊണ്ടാണ് തോന്നുന്നത്. എല്ലാവരും നല്ല ഇതാണ് പെർഫോമൻസ് ആണ് കാണിച്ചത്. അടിപൊളിയായിട്ട്. ബ്രോ മൂവി എങ്ങനെയുണ്ട്? മൂവി കുഴപ്പമില്ല. നല്ലൊരു പഴയ കാലത്തെ ഒരു കഥയാണ്. ഒരു സ്വർണ്ണമല തേടിയിട്ട് പോകുന്ന ഒരു കഥയാണ്. പിന്നെ ഗ്രാമീണ ഒരു ടച്ചുള്ള ഫിലിമാണ്. നാട്ടുവാസിയാണ് കൂടുതൽ. പടം വിക്രം നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ധൈര്യമായിട്ട് എല്ലാവർക്കും വന്ന് കാണാം. ഫാമിലികളൊക്കെ കാണാം. കുറച്ച് ടഫാണ് പടം എങ്കിലും എന്റർടൈൻമെന്റ് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. അടിപൊളി അഭിനയം. പടം സൂപ്പറായിട്ട്.